സാജിദ, പാലക്കാട്ട് എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? ധന്യ, പാലക്കാട് ജില്ലയിൽ 68% പോളിംഗ് പിന്നിട്ടിരിക്കുന്നു. പാലക്കാട് സാധാരണ ഈ ഒരു 4 മണിക്ക് ശേഷം ഈ ഒരു 6 മണി വരെ അത്യാവശ്യം പോളിംഗ് നടക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോളിംഗിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി 10% കൂടി പോളിംഗ് നടന്നാൽ മാത്രമേ കഴിഞ്ഞ വർഷത്തെ 78% എന്നുള്ളതിലേക്ക് പോവുകയുള്ളൂ. ഈ പാലക്കാട് ചില സംഘർഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഈ കല്ലേക്കാട് വെച്ച് കോൺഗ്രസ് പ്രവർത്തകന് ഈ BJP പ്രവർത്തകരാൽ മർദ്ദനം ഏൽക്കുകയും ആശുപത്രിയിൽ ഇപ്പോൾ ഈ ശസ്ത്രക്രിയയും മറ്റും നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ വെൽഫെയർ പാർട്ടി പ്രവർത്തകരും ഈ മുസ്ലിം ലീഗ് പ്രവർത്തകരും പട്ടാമ്പിയിൽ ചെറിയ രീതിയിലുള്ള ഈ സംഘർഷമുണ്ടായി. വണ്ടാഴിയിൽ സമാനമായ രീതിയിൽ UDF സ്ഥാനാർത്ഥിയുടെ വീട് കയറി LDF സ്ഥാനാർത്ഥികൾ മർദ്ദിച്ചു തുടങ്ങി വിവിധ കാര്യങ്ങളാണ് ഉള്ളത്. ഞാനുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ബൂത്തിലാണ് ഉള്ളത്. സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ. ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ട്. ഈ പ്രക്ഷോഭ് MLA എത്തുമോ ഇല്ലയോ? ഔദ്യോഗികമായിട്ട് അറിവൊന്നും ലഭിച്ചിട്ടില്ല. MLAയുടെ അടുത്ത ആളാണ്. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ MLA എത്തണമെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്നല്ലേ ആഗ്രഹമുണ്ടോ? ഒരു പൗരന്റെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് വരാം, നിയമ തടസ്സങ്ങളൊന്നുമില്ല. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വന്നാൽ എനിക്കൊരു വോട്ട് കിട്ടും, സന്തോഷം തന്നെ. നല്ലൊരു വോട്ട് കിട്ടും, സന്തോഷമാണ്. ഇപ്പൊ ഈ MLA മാത്രമല്ല, നിരവധി ആളുകൾ ഇനിയും വോട്ട് ചെയ്യാൻ എത്താനുണ്ട്. നിങ്ങളുടെ ബൂത്തിൽ വളരെ കുറവാണ്. അതില് ഒരു സാങ്കേതികത്വം പറയാനുള്ളത്, ഈ വോട്ട് MLA വന്നാൽ സ്വാഭാവികമായിട്ടും ഒരു പ്രതിഷേധം ഉണ്ടാവും. കോൺഗ്രസ് സംരക്ഷണം ഒരുക്കുമോ? പോലെ തന്നെ ഈ വോട്ടർ പട്ടികയിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടക്കുന്ന വോട്ടർ പട്ടികയിൽ മാത്രം മരിച്ച ആളുകളെ ഒഴിവാക്കാൻ സർക്കാർ തലത്തിലൊന്നും ചെയ്തിട്ടില്ല. പാർട്ടിക്കാർ ചെയ്താലായി. അതുപോലെ ഔട്ട് സ്റ്റേഷനിൽ ഒരുപാട് വോട്ടുകളുണ്ട്. ഇതിനെ അവർക്ക് 2 ഇരട്ട വോട്ടുമായിട്ടുണ്ട്. ഇപ്പോൾ അത് തെറ്റല്ല. അവർ അവിടെ പോയപ്പോൾ തൊട്ടവാർഡിൽ പോയ പഞ്ചായത്തിൽ പോയി അവർക്ക് അവിടെ വോട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് പേര് എത്താത്തത് കൊണ്ട് നമുക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളമാര് കാണുകയാണ് തോന്നുന്നു. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പ്രതിരോധിക്കുമോ? അങ്ങനെ ഒരാൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ പ്രതിഷേധം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതൊരു മനുഷ്യന്റെ അവകാശമല്ലേ. അതിനെപ്പോൾ പ്രതിരോധിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ കന്നി വോട്ടാണ്. അത് തന്നെ അദ്ദേഹം ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അദ്ദേഹം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലാണ് പാലക്കാട് വന്നത്. പിന്നീട് ഇവിടെ ഫ്ലാറ്റ് എടുത്ത് സ്ഥിര താമസമാക്കി. അതിനുശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതിൽ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുമോ എന്നറിയില്ല. നിലവിലെ ഇവിടുത്തെ കോൺഗ്രസ് കൗൺസിലർ ഉണ്ട്. ഇവിടെ പോളിംഗ് പൊതുവെ കുറവാണല്ലോ. പോളിംഗ് കുറവാണ് ഇപ്രാവശ്യം. ഒരു ആശങ്കയുണ്ടോ? ആശങ്കയില്ല. ഇനി കുറച്ചുകൂടി സമയമുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ഓരോരുത്തർ ജോലിക്ക് പോയവരൊക്കെ ജോലി കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ വരികയായിരിക്കും. ആ ഒരു പ്രതീക്ഷയുണ്ട്. ഈ MLA വോട്ട് ചെയ്യാൻ എത്തുമോ? MLA വോട്ട് ചെയ്യാൻ എത്തുമെന്ന് അറിയിപ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഒരു വോട്ടർ ആയതുകൊണ്ട് പ്രതീക്ഷയുണ്ട്, വരുമായിരിക്കും. വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു വരികയാണെങ്കിൽ കോൺഗ്രസിന് ഒരു വോട്ടാണ് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോൺഗ്രസിന് വോട്ട് ഒരിക്കലും കളയണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിരോധിക്കുക? അതിനെക്കുറിച്ച് ഇപ്പോൾ കമൻസ് ഇല്ല.